ഹലോ, ദിസ് ഈസ് കാങ്കറു മദർ ആൻഡ് ചൈൽഡ്. അമ്മയുടെയും കുട്ടിയുടെയും എല്ലാ ഡീറ്റെയിൽസിനായിട്ട് എൻ്റെ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത് നമ്മൾക്ക് പ്രഗ്നൻസി ടൈമിൽ എങ്ങനെയെല്ലാം കിടക്കാം, ഏതെല്ലാം പൊസിഷനാണ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിടക്കാൻ സാധിക്കുന്നത്, അതുപോലെ ഇന്നത് രീതിയിൽ കിടന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നെല്ലാമുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യം, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു സ്ത്രീ ആദ്യത്തെ ട്രൈമിസ്റ്ററിൽ തന്നെ ചേഞ്ച് ചെയ്യേണ്ട ഒന്നാണ് നിങ്ങളുടെ സ്ലീപ്പിംഗ് പൊസിഷൻ. പ്രഗ്നൻസിയുടെ ആദ്യ നാളുകളിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉറങ്ങാവുന്നതാണ്. അതിന് ഇന്ന പൊസിഷൻസ് എന്നില്ല. നേരെ കിടന്നുറങ്ങാം, രണ്ട് സൈഡിലേക്ക് തിരിഞ്ഞുറങ്ങാം, അതുപോലെ കമിഴ്ന്ന് വരെ കിടന്നുറങ്ങാം. കാരണം ഈ സമയത്ത് നിങ്ങളുടെ യൂട്രസ് വളരെ ചെറുതാണ്. എന്നാൽ ആദ്യ മാസങ്ങളിൽ തന്നെ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് തിരിഞ്ഞുറങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ പൊസിഷൻ വളരെ ഉത്തമമാണ്. എന്തുകൊണ്ടാണ് ഈ സമയങ്ങളിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഉറങ്ങണം എന്ന് പറയുന്നത്? പ്രധാനമായും നിങ്ങളുടെ ബ്ലഡ് പമ്പ് ചെയ്യുന്ന വാൽവുകൾ യൂട്രസിൻ്റെ പിൻഭാഗത്തായിട്ടാണ്. യൂട്രസിന് കട്ടി കൂടുന്തോറും വാൽവിലേക്ക് പ്രഷർ അനുഭവപ്പെടുന്നതിനാൽ നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ അവിടേക്ക് കുറയുന്നു. അതുകൊണ്ടാണ് നിങ്ങളോട് നേരെ കിടക്കാതെ സൈഡ് പൊസിഷൻസ് ചൂസ് ചെയ്യാൻ ഈ സമയങ്ങളിൽ പറയുന്നത്. എന്നാൽ ചില സ്ത്രീകളിൽ ദീർഘനേരം ഒരു സൈഡിലേക്ക് തന്നെ ചരിഞ്ഞു കിടക്കുന്നതിലൂടെ കാലിലും വേറെ ശരീരഭാഗത്തും മരവിപ്പ് വരുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. മുകളിൽ കാണുന്ന ഈ ഫോട്ടോയിലുള്ള പൊസിഷൻ ആണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഗ്നൻസി ടൈമിൽ കിടക്കാൻ യോജ്യമായിട്ടുള്ളത്. എന്നാൽ ഒരു ഗർഭിണിയായ സ്ത്രീക്ക് വളരെ സംശയങ്ങളേറിയതാണ് കിടക്കുന്ന കാര്യത്തിൽ. എന്നാൽ ഗർഭാവസ്ഥയിൽ നിങ്ങൾക്ക് അനുയോജ്യമായ പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് അഥവാ ഇടതുവശത്തേക്ക് ചരിഞ്ഞ് കിടക്കുന്നതാണ് വളരെ നല്ലത്. ഇത് നിങ്ങളുടെ ഫീറ്റസിനും ഹാർട്ടിനും കിഡ്നിയിലേക്കുമുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടുന്നുണ്ട്. അതുപോലെ ഈ പൊസിഷനിലെല്ലാം കിടക്കുമ്പോൾ നിങ്ങൾക്ക് പില്ലോസ് യൂസ് ചെയ്ത് കിടക്കാവുന്നതാണ് ഒരു സപ്പോർട്ടിനായിട്ട്. അത് നിങ്ങളുടെ മരവിപ്പ് കാര്യങ്ങളെല്ലാം മാറ്റുന്നതാണ്. മുകളിൽ കാണിച്ച പോലത്തെ സ്ലീപ്പിംഗ് പില്ലോസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ യൂസ് ചെയ്ത ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഞാനിവിടെ ബയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. എന്നാൽ എല്ലാവർക്കുമുള്ളൊരു സംശയമാണ്, പ്രഗ്നൻസി പീരീഡിൽ നിങ്ങൾക്ക് എത്ര നാൾ വരെ നേരെ കിടന്നുറങ്ങാം? നിങ്ങൾക്കൊരു 3 മാസം വരെയൊക്കെ നേരെ കിടന്നുറങ്ങാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ വയറും യൂട്രസും വലുതാകുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ സൈഡ് തിരിഞ്ഞ് വേണം ഉറങ്ങാൻ. നിങ്ങൾക്ക് അതേപോലെ വയറിനടിയിലും സപ്പോർട്ട് ചെയ്ത് ഒരു പില്ലോ വെക്കാവുന്നതാണ്. ഇത് നല്ല ഗുഡ് സ്ലീപ്പിനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കാൻ മാക്സിമം ശ്രമിക്കുക. ഒരു സൈഡ് കിടന്ന് മടുക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്ത സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കാവുന്നതാണ്. അതുപോലെ എഴുന്നേറ്റിരുന്ന് വേണോ അടുത്ത സൈഡിലേക്ക് കിടക്കാൻ എന്നുള്ള സംശയം കൂടി ചിലർ പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു സൈഡിലേക്ക് ചരിഞ്ഞ് കിടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പതിയെ നേരെ കിടന്ന് അടുത്ത സൈഡിലേക്ക് ചരിയാവുന്നതാണ്. അത് പെട്ടെന്ന് തന്നെ ആവരുതെന്ന് മാത്രമേ ഉള്ളൂ. സമയമെടുത്ത് പതിയെ ചരിയാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൂട്ടാൻ കാരണമാക്കുന്നുണ്ട്. ചിലർ എന്തുകൊണ്ടാണ് എഴുന്നേറ്റിരുന്ന് കിടക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ കഴുത്തിൽ ആംബ്ലിക്കൽ കോഡ് ചുറ്റുമെന്നുള്ള പേടി കൊണ്ടാണ്. സത്യത്തിൽ അങ്ങനെ ചുറ്റാനായിട്ട് യാതൊരു വഴിയുമില്ല. നമ്മളുടെ കിടക്കുന്നതിൻ്റെ രീതിയോ നമ്മളുടെ പ്രവൃത്തി മൂലമോ ഒന്നും ഒരിക്കലും കുട്ടിയുടെ കഴുത്തിൽ ആംബ്ലിക്കൽ കോഡ് ചുറ്റുന്നില്ല. കുട്ടിയുടെ മൊമെൻറ്റ്സിൻ്റെ ഭാഗമായിട്ടാണ് അത് ചുറ്റുന്നത്. അതുപോലെ മലർന്ന് കിടന്നുറങ്ങുന്നത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ കിടക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് തന്നെ കിടക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സപ്പോർട്ടിനായിട്ട് സ്ലീപ്പിംഗ് പില്ലോസ് എല്ലാം യൂസ് ആക്കുന്നതാണ്. അത് നിങ്ങൾക്ക് വളരെ എഫക്റ്റീവാണ്. നിങ്ങളുടെ കാലും മരവിപ്പും അതേപോലെ കാലിലേക്കുള്ള ബ്ലഡിൻ്റെ സർക്കുലേഷൻസ് എല്ലാം നല്ല രീതിയിൽ നിങ്ങൾക്ക് പോകാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ 8 മണിക്കൂർ മാക്സിമം ഉറങ്ങാൻ ശ്രമിക്കുക. ഇനിയും നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള വീഡിയോസ് അറിയാൻ വേണ്ടിയിട്ടും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്